എല്ലാവരും ഹെഡിങ് വായിച്ചിട്ടാണല്ലോ കമന്റ് ഇടുന്നത്. അല്ലാതെ അതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാൻ പോലും ആൾക്കാർക്ക് സമയമില്ലാതെ അങ്ങനത്തെ ഒരു കാലമല്ല. അത് ഇപ്പം എല്ലാ കാലത്തും ഇത്തരം ഉണ്ട് എന്നുള്ളതാണ്. സിനിമ കാണുന്നവർക്ക് അതൊന്നും കാര്യമില്ലല്ലോ. ഇത് ആര് ഷൂട്ട് ചെയ്തു, എങ്ങനെ ഷൂട്ട് ചെയ്തു, സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണല്ലോ. ഇത്തരം വേറിട്ട സിനിമകൾ എടുത്തപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ അവാർഡ് സിനിമ തന്നെ കൊണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാനായി, അവാർഡുകൾ മാത്രം കൊണ്ട് ബ്രേക്ക് ചെയ്യാനായത്. അപ്പോൾ ഞാൻ പലരുടെയും പിന്നാലെ പല അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനൊക്കെ പലയിടത്തും പോയി ചോദിക്കാനൊക്കെ പോയി, ആരും നിർത്തിയില്ല. അങ്ങനെ ഒരു കണക്ഷൻസ് ഇല്ലായിരുന്നു, വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ സ്വയം കണ്ടെത്തിയതാണ് ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമ. പിന്നെ എൻ്റെ സിനിമ സങ്കല്പം മോൾഡ് ചെയ്തത് IFFK എന്ന് പറഞ്ഞ ഫിലിം ഫെസ്റ്റിവലാണ്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ സാർ ഞെട്ടിച്ച പെർഫോമൻസസ് അല്ലേ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അവർ നല്ല ആക്ട്രസ് ആണ് സത്യത്തില്. അത് അങ്ങനെ ഒരു ചാൻസുകൾ പലയിടത്തും അവർക്ക് കിട്ടാത്തത് കൊണ്ടും ആയിരിക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പല ആക്ടേഴ്സിനും അങ്ങനെയാണല്ലോ. ബിരിയാണി കാണിക്കുന്നത് ഇവിടെയാണ്, റോമിലാണ്, ഫസ്റ്റ് ഇറ്റലിയിലാണ്. ഇപ്പോൾ ഈ സിനിമ റഷ്യയിലാണ് കാണിച്ചത്, യാൾട്ടയിലും കാണിച്ചു, കസാനിലും കാണിച്ചു. ഇവിടെ നമ്മളെല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്ന സാധനം അവിടെ പോകുമ്പോൾ അത് തെറ്റാണ്. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വൈവിധ്യങ്ങളുണ്ടല്ലോ, ഒരു കൾച്ചർ, എല്ലാ തരത്തിലും നിയമങ്ങളിലും വ്യത്യാസമുണ്ട്. ഈ സിനിമ എന്തായാലും ഇപ്പോൾ ആരും സംസാരിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ എത്തിയില്ലെങ്കിലും കാലം അത് എത്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ. ഇപ്പോൾ ബിരിയാണി ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ബിരിയാണി ഇപ്പോഴും പല ഫെസ്റ്റിവൽസിലും പോകുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ റിവ്യൂസ് വരുന്നുണ്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും. ഇതിലിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഖദീജമാർ എൻ്റെ വീട്ടിലും നാട്ടിലും, അല്ലെ എൻ്റെ ഈ പറഞ്ഞ പലയിടത്തും എനിക്ക് അറിയാമെന്നുള്ള ആൾക്കാരാണ്.